എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിന് കീഴിൽ NTPC ലിമിറ്റഡിലേക്ക് ഇപ്പോൾ ജോബ് വേക്കൻസി ഉണ്ട്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. നല്ല ശമ്പളത്തിൽ ജോലി അവസരമുണ്ട്. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ NTPC ലിമിറ്റഡിലേക്കാണ് ഇപ്പോൾ ജോബ് വേക്കൻസി വരുന്നത്. താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. തസ്തിക വരുന്നത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓപ്പറേഷനാണ് തസ്തികയുടെ പേര്. ആകെ 400 വേക്കൻസിയാണ് വരുന്നത്. ഇതിലേക്ക് ജോലി വരുന്നത് ഫിക്സഡ് ടേം ബേസിസിലാണ്. താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം. ക്വാളിഫിക്കേഷൻ വേണ്ടത് BE അല്ലെങ്കിൽ BTech ഡിഗ്രി ഇൻ മെക്കാനിക്കൽ ഓർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. കുറഞ്ഞത് 40% മാർക്ക് ഉണ്ടായിരിക്കണം. ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്. BE ഓർ BTech ഡിഗ്രി ഇൻ മെക്കാനിക്കൽ ഓർ ഇലക്ട്രിക്കൽ ആണ് വേണ്ടത്. കൂടാതെ കുറഞ്ഞത് 1 ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇൻ ഓപ്പറേഷൻ ഓർ മെയിൻ്റനൻസ് ഓഫ് പവർ പ്ലാന്റ് വിത്ത് ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ഓഫ് 100 MW ഓർ മോർ. ഇതാണ് പറയുന്നത്. അപ്പോൾ BE അല്ലെങ്കിൽ BTech ഡിഗ്രി കൂടാതെ 1 ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ജോലി വരുന്നത് 3 ഇയേഴ്സിലേക്ക് ഫിക്സഡ് ടേം എംപ്ലോയ്മെൻ്റ് ആണ്. പിന്നീട് റിക്വയർമെൻറ്റ് അനുസരിച്ച് 2 ഇയേഴ്സിലേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിരിക്കും. അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് നൈറ്റ് ഷിഫ്റ്റിലൊക്കെ വർക്ക് ചെയ്യാനായിട്ട് വില്ലിംഗ് ആയിരിക്കണം. പ്രായപരിധി വരുന്നത് 35 വയസ്സ് വരെയാണ്. കൂടാതെ SC/ST കാറ്റഗറി ആണെങ്കിൽ 40 വയസ്സ് വരെയും OBC ആണെങ്കിൽ 38 വയസ്സുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. ശമ്പളം ലഭിക്കുന്നത് എത്രയാണെന്ന് നോക്കാം. ശമ്പളം ലഭിക്കുന്നത് പെർ മന്ത് 55,000 രൂപയാണ്. ഇതിൻ്റെ കൂടെ HRA ഓർ കമ്പനി അക്കോമഡേഷൻ, നൈറ്റ് ഷിഫ്റ്റ് അലവൻസ്, കൂടാതെ കാൻഡിഡേറ്റ്സിനും അവരുടെ സ്പൗസിനും ചിൽഡ്രൻസിനും പേരൻസിനുമായിട്ട് മെഡിക്കൽ ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് റെമ്യൂണറേഷൻ്റെ ഭാഗമായിട്ട് വരുന്നത്. തസ്തികയുടെ പേര് അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് ഓപ്പറേഷനാണ്. ആകെ 400 വേക്കൻസിയാണ്. ഇതിൽ അൺറിസർവ്ഡ് 172 വേക്കൻസി, EWS 40 വേക്കൻസി, OBC 82 വേക്കൻസി, SC 66 വേക്കൻസി, ST 40 വേക്കൻസി എന്നിങ്ങനെയാണ് വേക്കൻസി വരുന്നത്. ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് കാൻഡിഡേറ്റ്സിന് മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. നിങ്ങൾ SC/ST OBC കാറ്റഗറി ആണെങ്കിൽ റിസർവേഷൻ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. പോസ്റ്റിംഗ് വരുന്നത് NTPCയുടെ വിവിധ സ്റ്റേഷനുകളിലും സബ്സിഡറി ഓഫീസുകളിലൊക്കെ ആയിരിക്കും. ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം. അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. അപേക്ഷിക്കേണ്ട സൈറ്റ് careers.ntpc.co.in അല്ലെങ്കിൽ www.ntpc.co.in എടുത്തിട്ട് അവിടെ കരിയർ സെക്ഷൻ എടുത്തിട്ടും അപേക്ഷിക്കാവുന്നതാണ്. ഈ സൈറ്റ് വഴിയാണ് നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ടത്. അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് വാലിഡ് ആയിട്ടൊരു ഇമെയിൽ ID ഉണ്ടായിരിക്കണം. ഇനി ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട്. ആപ്ലിക്കേഷൻ ഫീസ് ജനറൽ കാറ്റഗറി, EWS കാറ്റഗറി, OBC കാറ്റഗറി ആണെങ്കിൽ 300 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും SC/ST കാറ്റഗറി ആണെങ്കിലും ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കേണ്ടതായിട്ടില്ല. നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഓൺലൈനായിട്ടും അടയ്ക്കാം, ഓഫ്ലൈനായിട്ടും അടയ്ക്കാം. ഓഫ്ലൈനായിട്ടാണ് അയക്കുന്നതെങ്കിൽ നിങ്ങൾ പേ ചെയ്യേണ്ടത് SBIയുടെ അക്കൗണ്ട് വഴിയാണ്. അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. 3098 79 19 993 ആണ്. @CAG ബ്രാഞ്ച് ന്യൂഡൽഹി കോഡ് കൊടുത്തിട്ടുണ്ട് 09996 ഓൺ ബിഹാഫ് ഓഫ് NTPC. അപ്പോൾ നിങ്ങൾ നേരിട്ടാണ് അയക്കുന്നതെങ്കിൽ ഇങ്ങനെയാണ് അയക്കേണ്ടത്. ബാങ്ക് വഴിയാണ് അയക്കുന്നതെങ്കിൽ ഇങ്ങനെയാണ് അയക്കേണ്ടത്. അല്ലെങ്കിൽ ഓൺലൈനായിട്ട് പേ ചെയ്യാവുന്നതാണ്. നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ വെച്ചേക്കണം. അപേക്ഷിക്കേണ്ട അവസാന തീയതി മാർച്ച് 1 ആണ്. താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. അപ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിൽ NTPCയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. 400 വേക്കൻസിയാണുള്ളത്. തസ്തികയുടെ പേര് അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് ഓപ്പറേഷനാണ്. BTech അല്ലെങ്കിൽ BE യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.